സോ ഗുഡ് ഈവനിങ് ഓൾ. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ പോർഷൻസ് ആണ്. നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MCQസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്ന കുറച്ച് ടോപ്പിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഫസി സെറ്റ് ഏജൻറ്റ്സ് എന്ന് പറയുന്ന 2 ടോപ്പിക്സും കൂടിയാണ് ഇനി അതിനകത്ത് കവർ ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് UGC നെറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സ് ഇതാണ്. അപ്പം അതിനകത്ത് 2 ദിവസം മുമ്പുള്ള ഒരു ക്ലാസ്സിൽ ഓൾറെഡി ജനറ്റിക് അൽഗോരിതം വരെ ഉള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് ഫസി സെറ്റും ഏജൻറ്റ്സ് എന്ന് പറയുന്ന ഈ 2 ടോപ്പിക്സ് കൂടി, അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ UGC നെറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയതിൽ അതിനകത്ത് MCQs എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഫസി ലോജിക് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ അതിനകത്ത് വരുന്ന കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റെയർ ആയിട്ട് മാത്രമേ കഴിഞ്ഞ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫസി ലോജിക്കും ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. കഷ്ടിച്ചൊരു 2-3 ക്വസ്റ്റ്യൻ ഒക്കെ വളരെ റെയർ ആയിട്ടേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഇമ്പോർട്ടൻറ്റുമാണ്. ഒരു കുറച്ച് ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാർഡിനാലിറ്റി ഓഫ് എ ഫസി സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ കാർഡിനാലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഒരു നമുക്കറിയാം ഈ ഫസി ലോജിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസിക്കലി എന്താണ്. ഫസി ലോജിക് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളൊരു ബൂലിയൻ ആൽജിബ്ര എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോലെയുള്ള സംഗതികളിലെല്ലാം നമ്മൾ ഓൾറെഡി ബൂലിയൻ ആൽജിബ്ര പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഓൾറെഡി 0, 1 എന്ന് പറയുന്ന 2 വേരിയബിൾസേ നമുക്ക് ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ആ സെയിം കൺസെപ്റ്റ് ഞാൻ നമ്മുടെ ഹ്യൂമൻ ലൈഫിലെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്താൽ ചില ഡിസിഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരു 10ാം ക്ലാസ്സിലെ റിസൾട്ട് എന്ന് പറയുന്നത് വന്നതിന് ശേഷം നമുക്ക് ഏത് ബ്രാഞ്ച് വേണമെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബേസ് ചെയ്തിട്ടുള്ള ഒരു ചില പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ചില സിറ്റുവേഷൻസ് വരും. ഈ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ഈ എക്സാക്ട് ആയിട്ട് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രം എപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതികളൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ പ്രോപ്പർ ആയിട്ട് നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് ബൈനറി എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഇതിലും നമുക്ക് എയ്തർ 0 or 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഇല്ലേ. ഇവിടെ ഫസി ലോജിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. നമ്മൾ ഈ ഇപ്പോഴത്തെ കാറുകളൊക്കെ നമ്മൾ ഈ ഇച്ചിരി വില കൂടിയ കാറുകളോ അല്ലെങ്കിൽ നോർമലി ഇപ്പൊ ഇറങ്ങുന്ന കാറുകളിലൊക്കെ നമുക്ക് അതിന്റെ ഒരു AC-ക്കകത്തുള്ള ടെമ്പറേച്ചർ കൺട്രോള്, അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ സിസ്റ്റം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വോളിയം പോലുള്ള കൺസെപ്റ്റുകളോ അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ പോലെയുള്ള എലിമെന്റ്സോ ഒക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിന്റെ കൂടെ ഒരു പോയിന്റ് വാല്യൂ, ഒരു ഡെസിമൽ വാല്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 22.5 അല്ലെങ്കിൽ ഒരു 23.6 അങ്ങനെയൊക്കെ നമ്മൾ ആ നോബ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എക്സാക്ട്ലി ഒരു പെർട്ടിക്കുലർ നമ്പറിലോട്ട് നിൽക്കാതെ, ഒരു പെർട്ടിക്കുലർ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിലോട്ട് നിൽക്കാതെ നമുക്ക് അതിലോട്ട് ഈ പറയുന്ന ബിറ്റ്വീൻ 0 and 1 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇപ്പം 0.1, 0.2, 0.3 എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നമ്പറിൽ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 22.1, 22.2 എന്നൊക്കെ പറഞ്ഞിട്ട് 22.9 പിന്നെ 23യിലേക്ക് കയറുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബിറ്റ്വീൻ 0 and 1 എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനകത്ത് വരുന്ന ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട്. ആ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുന്ന ഒരിക്കലും നമുക്കൊരു ബൈനറി നമ്മുടെ ഒരു ബൂലിയൻ ആൽജിബ്ര എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നമുക്ക് ഒരിക്കലും റെപ്രസെന്റ് ചെയ്യേണ്ടി വരത്തില്ല ഇല്ല. എക്സാക്ട്ലി 0, 1 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫസി സെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസി ലോജിക് എന്ന് പറയുന്നത് ബൂലിയൻ ആൽജിബ്രയിൽ നിന്നും ഒരല്പം കൂടെ വ്യത്യാസമായിട്ട് ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഫസി ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരല്പം മുമ്പ് പറഞ്ഞ പോലെ ബിറ്റ്വീൻ 0, 1
ബിറ്റ്വീൻ 0 and 1 ഒരു രണ്ട് വാല്യൂസിനിടയിലുള്ള എലിമെന്റ്സ് എല്ലാം നമുക്ക് ഡെസിമൽ പോയിന്റ് വരുന്ന കേസുകളൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ടെമ്പറേച്ചർ റെക്കോർഡിംഗ്, അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ അവിടെ ഫസി സെറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ആ പറയുന്ന സെറ്റ് ഓഫ് വാല്യൂസിനെ നമ്മൾ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതിനെയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റായിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ സെറ്റ് തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കളക്ഷൻ ഓഫ് എലിമെന്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം എ പെർട്ടിക്കുലർ വാല്യൂ ടു അനദർ വാല്യൂ ഇൻ ബിറ്റ്വീൻ വരുന്ന കളക്ഷൻ ഓഫ് എലിമെന്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഒന്ന് പ്രോപ്പർ ആയിട്ട് ഒരു സെറ്റ് റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടക്സിനെയാണ് യു കോൾ ഇറ്റ് ആസ് എ ഫസി ലോജിക്. ആ സെറ്റിനെ പറയുന്ന പേരാണ് ഫസി സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ജസ്റ്റ് ആ ബേസിക് കൺസെപ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ ആണോ? എന്താണ് ഫസി ലോജിക്, എന്താണ് ഫസി സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്? ഓക്കെ, അപ്പൊ അതിനകത്ത് ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്ന കാർഡിനാലിറ്റി ഓഫ് എ ഫസി സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഫസി സെറ്റിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഓരോ വാല്യൂസിനെയും നമ്മൾ പറയുന്ന പേരാണ് യു കോൾ ഇറ്റ് ആസ് എ മെമ്പർഷിപ്പ് വാല്യൂ. അതായത് ആ സെറ്റിനകത്ത് പല വാല്യൂസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ പറയുന്ന വാല്യൂസിനെയാണ്, അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന എലിമെന്റ്സിനെയാണ് യു കോൾ ദാറ്റ് പെർട്ടിക്കുലർ കൺസെപ്റ്റ് ആസ് എ മെമ്പർഷിപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ കാർഡിനാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ സമ്മ്, ആ മെമ്പർഷിപ്പ് വാല്യൂസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ കൺസെപ്റ്റിന്റെ ടോട്ടൽ സമ്മിനെയാണ് യു കോൾ ഇറ്റ് ആസ് മെമ്പർഷിപ്പ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഇതാണ്, കാർഡിനാലിറ്റി ഓഫ് എ ഫസി സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് ടോട്ടൽ സമ്മോ അല്ലെങ്കിൽ അതിന്റെ വാല്യൂസോ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, വെദർ ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ഇസ് ഓൾവേസ് ഈക്വൽ ടു 0 ഓർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആ ബേസിക് കണ്ടക്സ്റ്റിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നിങ്ങളുടെ ആൻസേഴ്സ് എന്തെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾ മെസ്സേജ് ഇട്ടാലും ഞാൻ കാണണമെന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ആൻസേഴ്സ് ഒന്ന് പറയാമോ? ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത്? ഫൈനൈറ്റ് കറക്റ്റ് ആണ്. ഫൈനൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയാൻ കാരണം നമുക്ക് ആ അസംഷനെയും തന്നെ എടുക്കാം. കാരണം ബിറ്റ്വീൻ 0 and 1 എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാക്സിമം ഒരു 0.1 to 0.9 വരെ മാത്രമേ വരത്തുള്ളൂ. സോ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് തന്നെയാണ്. അപ്പൊ അതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഫൈനൈറ്റ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടേക്കൺ ഇൻ ഡിസൈനിങ് എ ഫസി ലോജിക് മെഷീൻ? എന്താണ്? നമുക്കൊരു ഫസി ലോജിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് ഒരു 4 എലിമെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കമ്പോണൻസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നതോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അതിനകത്തൊരു 3 പ്രൊസീജിയേഴ്സ് ആണ് പ്രധാനമായും നമ്മൾ എപ്പോഴും പറയുന്നത്. അതിന്റെ ആ സീക്വൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും അതിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്? അതിനകത്ത് ഫസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്, റൂൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ, ഫസിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പൊ അതിന്റെ ഒരു സീക്വൻസ് ഉണ്ട്. ഇത്തരം ഫസി ലോജിക്ക് പഠിക്കുമ്പോൾ ഈ സീക്വൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇത്തരം ക്വസ്റ്റ്യൻസ് തീർച്ചയായും വരാൻ ചാൻസ് ഉള്ളതാണ്. ഇത് UGC നെറ്റിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, എന്താണ് ഇതിന്റെ ആൻസർ? ആർക്കെങ്കിലും ഇനി ഐഡിയ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്താണ് ആ ഫസി ലോജിക്കിനകത്ത് വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്ത് ഒരു 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്, അല്ലെ? ഫസ്റ്റ് വൺ, നമുക്ക് ഇത് ഫസി ലോജിക്കിന്റെ കമ്പോണൻസ് എന്നാണ് ഇതിനെ പറയുക. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 4 കമ്പോണൻസ് ഉണ്ട് പ്രധാനമായും ഫസി ലോജിക് എന്ന് പറയുന്ന കണ്ടെക്സ്റ്റിൽ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യു കോൾ ഇറ്റ് ആസ് എ റൂൾ ബേസ് എന്ന് പറയും. രണ്ടാമത്തത് ഫസിഫിക്കേഷൻ എന്ന് പറയും. മൂന്നാമത്തത് ഇൻഫറൻസ് എഞ്ചിൻ. നാലാമത്തത് ഡീഫസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് റൂൾ ബേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നമുക്കറിയാം ഫസി ലോജിക് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇഫ് ദെൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇഫ് എ പെർട്ടിക്കുലർ കണ്ടീഷൻ ഇസ് ബീങ് സാറ്റിസ്ഫൈഡ്, ദെൻ അതിന്റെ കൂടെയുള്ള അതിന്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിന്റെ കൂടെയുള്ള ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആ പാത്ത്, നമ്മൾ സാധാരണ
ആ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഇഫ് ദെൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, ഇഫ് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സി പ്രോഗ്രാമിംഗും C++ഉം ജാവയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിൽ നമ്മൾ ഇഫ് എൽസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇഫ് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. മറിച്ചാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, എൽസ് എന്ന് പറയുന്ന മറ്റൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഒരു കണ്ടീഷന്റെ ബേസിസിലാണ്. ആ പെർട്ടിക്കുലർ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ, ആ പെർട്ടിക്കുലർ പാത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തത് നമ്മൾ പറയുന്ന ഫസിഫിക്കേഷൻ. ഇപ്പൊ ഇവിടെ ആ റൂൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്നത് ഈ ഫസിഫിക്കേഷന്റെ കണ്ടക്സ്റ്റിൽ നമ്മൾ വരുമ്പോഴത്തേക്കും റൂൾസ് നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഫസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെ നമ്മൾ ഒരു ക്രിസ്പ് നമ്പർ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് മാറ്റണം. ക്രിസ്പ് നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന, അതായത് റീഡ് ചെയ്യപ്പെടുന്ന ഒരു ഇൻപുട്ട്. ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന രണ്ട് ടെമ്പറേച്ചേഴ്സിന് ഇടയിലുള്ള ഒരു വാല്യൂ. ഇപ്പൊ ഒരു AC അല്ലെങ്കിൽ ഒരു മുൻപ് പറഞ്ഞ പോലെ ഒരു AC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പനി വരുന്ന സമയത്ത് നമ്മൾ തെർമോമീറ്റർ പോലെയുള്ള ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ. അത്തരം ഡിവൈസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഈ പനി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്? ഈ പറയുന്ന തെർമോമീറ്ററിനകത്തുള്ള ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിന്റെ വേരിയേഷൻസ് വെച്ചിട്ടാണ് അതിന്റെ എത്രത്തോളം അത് ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോൾ ആ സെറ്റിനെ തന്നെയാണ് നേരത്തെ പറഞ്ഞ അത്തരം കൺസെപ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞ ഒരു ഫസി സെറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ക്രിസ്പ് നമ്പർ എന്ന് പറയുന്നത്. ആ സെറ്റിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന, നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂസിനെയാണ് യു കോൾ ദാറ്റ് പെർട്ടിക്കുലർ കൺസെപ്റ്റ് ആസ് ക്രിസ്പ് നമ്പർ. ക്ലിയർ? ഓക്കെ, ഇനി ആ ഫസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രിസ്പ് നമ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ യു ജസ്റ്റ് കൺവേർട്ട് ദാറ്റ് എലിമെന്റ് ഇൻ ടു ഫസി സ്റ്റെപ്സ് എന്ന് പറയും. അവിടെ നമുക്കറിയാം ഈ സെൻസേഴ്സ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഡിവൈസസ് ഉണ്ട്. അപ്പൊ ആ സെൻസേഴ്സും മറ്റുമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന വാല്യൂസിനെ റീഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഏജൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻസേഴ്സ് എന്താണ്, ആക്ച്വേറ്റേഴ്സ് എന്താണ്, എഫക്റ്റേഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് അത്തരം സെൻസേഴ്സ് എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിവൈസസ് റീഡിങ്സ്, ഈ പറയുന്ന ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ രണ്ട് ടെമ്പറേച്ചറിന് ഇടയിലുള്ള വാല്യൂസ്, ആ പറയുന്ന ഫസി സെറ്റ് എന്ന് പറയുന്ന എലിമെന്റ്സിലെ ക്രിസ്പ് നമ്പേഴ്സ് എന്ന് നമ്മൾ റെഫർ ചെയ്യുന്ന അത്തരം വാല്യൂസിനെ ഫെർദർ ആയിട്ടുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു കൺട്രോൾ സിസ്റ്റംസിന് പാസ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മോഡ്യൂളിനെയാണ് ഫസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോണം. ഫസിഫിക്കേഷൻ എന്ന് പറയുന്ന പെർട്ടിക്കുലർ മോഡ്യൂൾ അല്ലെങ്കിൽ ആ കമ്പോണന്റ് എന്താണെന്നുള്ളത്. ഇനി അതിനകത്ത് വരുന്ന രണ്ടാമത്തെ ഒരു കമ്പോണന്റ് ആണ് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ പറയുന്ന ഫസി ലോജിക്കിനകത്തുള്ള ഒരു രണ്ടാമത്തെ കമ്പോണന്റ്. ഇറ്റ് allows the users to find the matching degree between the current fuzzy input and rules. എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോ അവിടെ നമുക്കൊരു ടെമ്പറേച്ചർ വാല്യൂ കിട്ടി, ഒരു 0.6 എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അത് നമുക്ക് ഏതെങ്കിലും ഒരു റേഞ്ചിലുള്ള ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടി. ആ റൂൾസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ റൂൾസ് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ കിട്ടിയ വാല്യൂവിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിഗ്രി വാല്യൂ, ഇപ്പൊ അത് ടെമ്പറേച്ചർ തന്നെ ആകണമെന്നില്ല, സെൻസേഴ്സ് എന്ന് പറയുന്ന ഇത്തരം ഡിവൈസസ് കളക്ട് ചെയ്യുന്ന ഡേറ്റയില് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയാണോ, ആ പറയുന്ന ക്രിസ്പ് ഡേറ്റയ്ക്കകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന വാല്യൂ എത്രയാണോ ആ വാല്യൂവിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ പറയുന്ന ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മൾ സെറ്റ് തിയറിയിൽ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? 1-to-1 മാപ്പിംഗ്, 1-to-many, അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഇല്ലേ, സെറ്റ് തിയറിയിൽ
1 to 1, many to many എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാപ്പിംഗ് എന്ന് പറയുന്ന, മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, രണ്ട് എലിമെന്റ്സ് തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ പറയുന്ന പേരാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നടക്കുന്നതും അത് തന്നെയാണ്. ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഫസി ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന വാല്യൂ, നമുക്ക് കിട്ടിയിട്ടുള്ള ക്രിസ്പ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമ്മൾ എക്സാക്ട് ആയിട്ട് ആ റൂൾസ് പ്രകാരം അതിന് ഒരു ഔട്ട്പുട്ട് വാല്യൂ, അതായത് ഇതിന്റെ പ്രോസസ്സിങ്ങിന് ശേഷമുള്ള ഒരു ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള എലിമെന്റ്, ആ ഒരു അത് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെയാണ് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആഫ്റ്റർ ദ മാച്ചിങ് ഡിഗ്രി ദിസ് സിസ്റ്റം ഡിറ്റർമിൻസ് വിച്ച് റൂൾ ഈസ് ടു ബി ആഡഡ് അക്കോർഡിംഗ് ടു ദ ഗിവൺ ഇൻപുട്ട് ഫീൽഡ്. അപ്പൊ തന്നിരിക്കുന്ന ആ ഒരു മാപ്പിങ്ങിന് ശേഷമുള്ള ഒരു ഓപ്പറേഷൻ ആണ് അവിടെ പറയുന്നത്. ആ മാച്ചിങ് ഡിഗ്രി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് റൂളാണ് അതിനകത്ത്, റൂൾ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഒരുപാട് കാണും, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ കാണും. അപ്പൊ ഏത് റൂൾ അപ്ലൈ ചെയ്താലാണ് ഒരു പ്രോപ്പർ ഔട്ട്പുട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കോ ഒക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക, അതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡീഫസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്തൊക്കെ പഠിച്ചാൽ ആ ഓർമ്മ നിൽക്കും. നിങ്ങൾ മൾട്ടിപ്ലെക്സിങ്, ഡീമൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്ന ഒരു കണ്ടക്സ്റ്റ് തീർച്ചയായും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആ ഒരു കണ്ടക്സ്റ്റ് വെച്ചിട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്തായിരുന്നു മൾട്ടിപ്ലെക്സിംഗ്? ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ മൾട്ടിപ്ലെക്സിംഗിലൊക്കെ നമ്മൾ പറയുന്ന ഈ സിഗ്നൽസ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, ഡിഫറെന്റ് ചാനൽസിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരേ ഔട്ട്പുട്ട് ലൈനിലേക്ക് കടത്തിവിടുന്ന പ്രോസസ്സാണ് നമ്മൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. അതിന്റെ റിവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ ഡീമൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഫസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആ ക്രിസ്പ് വാല്യൂസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പ്രോസസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡീഫസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഫസി സെറ്റ്, ആ ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു സംഗതി ജനറേറ്റ് ചെയ്യുന്ന അത്തരം എലിമെന്റ്സിനെ ക്രിസ്പ് വാല്യൂ ആയിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യുന്ന എലിമെന്റ്സിനെയാണ് യു കോൾ ദാറ്റ് പെർട്ടിക്കുലർ മോഡ്യൂൾ. അത് ചെയ്യുന്ന മോഡ്യൂളിനെ പറയുന്ന പേരാണ് ഡീഫസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു 4 സ്റ്റെപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ 4 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 4 കമ്പോണൻസിന്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അതൊന്ന് നോക്കി വെച്ചേക്കണം. അത്തരം സീക്വൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഏതെങ്കിലും ഒന്നുകൂടി പറയണോ എന്ന് ചോദിച്ചോളൂ. ക്ലിയർ ആണ് സർ. ഓക്കെ, ബാക്കി ആരെങ്കിലും? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡീഫസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന ആ സെറ്റ് ഓഫ് ഇൻപുട്സ് എന്ന് പറയുന്നത്, അതായത് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്ന അതിനെ ഒരു പ്രോസസ്സിംഗ് നടത്തുമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് കിട്ടിയിട്ടുള്ള ക്രിസ്പ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഒരു പ്രോസസ്സിംഗിന് വിധേയമാക്കിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അതായത് നമുക്ക് അതിന്റെ ഒരു ഫസി ലോജിക്കിന്റെ കറസ്പോണ്ടിങ് വാല്യൂ മാച്ച് ചെയ്യുന്നു എന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ്സ്, അതായത് ആ വാല്യൂവിൽ നിന്നും നമുക്ക് റിവേഴ്സ് ആയിട്ട് ആ പെർട്ടിക്കുലർ ക്രിസ്പ് വാല്യൂസിലേക്ക് തിരിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ്. അത് ചെയ്യുന്ന മോഡ്യൂളിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ഡീഫസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? ശരി, അപ്പൊ അതിന്റെ ആ സ്റ്റെപ്സ് നോക്കിക്കോളൂ. 3 സ്റ്റെപ്പുകളാണ് നമുക്ക് അതിൽ വരുന്നത്. ഫസ്റ്റ് 1 ഫസിഫിക്കേഷൻ എന്ന് പറയും, 2 റൂൾ ഇവാലുവേഷൻ എന്ന് പറയും, 3 ഡീഫസിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ ആ സീക്വൻസ് എന്ന് പറയുന്നത് 1, 2, 3. ആദ്യം ഫസിഫിക്കേഷൻ, 2 റൂൾ ഇവാലുവേഷൻ, 3 ഡീഫസിഫിക്കേഷൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. ആദ്യം ഫസിഫിക്കേഷൻ, പിന്നെ റൂൾ ഇവാലുവേഷൻ, പിന്നെ ഡീഫസിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാമല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാണേ. നമുക്ക് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറെ ടൈം ഉള്ളൂ. ഓൾറെഡി 8:15. ഓക്കെ, വിച്ച് ഏജന്റ് ഡീൽസ് വിത്ത് ഹാപ്പി ആൻഡ് അൺഹാപ്പി സ്റ്റേറ്റ്? പറയാവോ?
ഏജൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏജന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻവയൺമെന്റിൽ നമുക്ക് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ 3 കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ ഒരു പ്രധാനമായിട്ടും നമ്മൾ അതിൽ പറയുന്നത്. ഏജൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, എൻവയൺമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും നമ്മൾ പറയാറുണ്ട് അല്ലെ. ഏജൻസും എൻവയൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് AI-ക്കകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന കാര്യം. നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുമാണ്. അപ്പൊ അവിടെ ഏജന്റ് എന്താണ്, എൻവയൺമെന്റ് എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഏജന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറയാം. ഏജന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു എൻവയൺമെന്റുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയറിനെയോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ്, ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് യു കോൾ ഇറ്റ് ആസ് എൻ ഏജന്റ്. എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് ആ ഏജന്റിന് ചുറ്റിലുമുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിന് ചുറ്റിലും നടക്കുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു CCTV ക്യാമറ അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഒരു CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി എന്തിനാണ് അത് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഓഫീസിലോ എവിടെയാണോ നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളത് അവിടുത്തെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കതിനെ ഒരു 24 hours സർവൈലൻസ് എന്ന് പറയുന്നത്, അതിന്റെ സെക്യൂരിറ്റി ബേസ് ചെയ്ത് വരുന്ന സർവൈലൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ അവിടെ എൻവയൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ ഓഫീസിന് ചുറ്റുമുള്ള പരിസരങ്ങളും ആ എൻവയൺമെന്റുമായിട്ട് 24 hours ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ്. ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റും ഒരു ഹാർഡ്വെയർ കമ്പോണന്റുമായിട്ട് നമുക്ക് CCTV പറയാം അല്ലെ. കാരണം ക്യാമറയുണ്ട്, അതുപോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും ഉണ്ട്, അത് ഒരു ഡിസ്കിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്തരം ഏജന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ, അപ്പൊ അവിടെ നമുക്ക് ആ ഇന്ററാക്ട് ചെയ്യുന്ന ആ കമ്പോണന്റിനെ ഒരു ക്യാമറ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ ഏജന്റ്. അപ്പോ ആ ഏജന്റിനെ അങ്ങനെ 24 hours നിരീക്ഷിച്ച് ഏതെങ്കിലും തരത്തില് പെർസെപ്ഷൻ എന്നാണ് ആ പ്രോസസ്സിന് പറയുക. ആ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്ന പെർസീവ് ചെയ്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഉറപ്പാക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ഏജന്റ് ബേസിക്കലി 4 തരത്തിലുണ്ട്: യൂട്ടിലിറ്റി ബേസ്ഡ്, മോഡൽ ബേസ്ഡ്, ഗോൾ ബേസ്ഡ്, ലേണിംഗ് ഏജന്റ്. ഓക്കെ, ഇതിൽ ഏത് ഏജന്റ് ആണ് ഈ പറയുന്ന ഹാപ്പി ആൻഡ് അൺഹാപ്പി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത്? ആർക്കെങ്കിലും ആൻസർ അറിയാമെങ്കിൽ പറയാം. ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. എനി ഐഡിയ? ഇല്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഞാൻ പറയാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജന്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഓൾറെഡി ഒരു സെറ്റ് ഓഫ് പ്രിഫറൻസസ് എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പ്രിഫറൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ആക്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നതും. പ്രിഫറൻസും ഉണ്ടാകും, അതിന്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക. അതായത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ടാസ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് വരുന്നതോ അങ്ങനെയാകാം. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിന്റെ ആക്ഷൻ, ആ സിറ്റുവേഷന്റെ പുറത്തെടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പോ പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന ഒരു ഹാപ്പി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അൺഹാപ്പി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, കൃത്യമായിട്ട് ഈ പറയുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വരാം. ആ ഒരു മീനിങ്ങിലാണ് അത് പറയുന്നത്. അപ്പൊ നമ്മുടെ നടക്കേണ്ട കാര്യം എന്താണോ ആ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ആ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് എ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ടാസ്ക് എന്ന് പറയുന്നത് അത് ബേസ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ, ടാസ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ എന്ന് വേണമെങ്കിലും പറയാം, ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്ത് തീർക്കാനോ അങ്ങനെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഏറ്റവും നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ആഹാരം മുന്നിൽ കിട്ടുക എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു, ആ സമയത്ത് നന്നായിട്ട് വിശക്കുന്നു, ഒരു ട്രെയിനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വിശക്കുന്നു. അപ്പൊ ആ പെർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ടൈമിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, കയ്യിൽ വേറെ ഒന്നും എടുത്തിട്ടില്ല.
അപ്പൊ ആ സമയത്ത് നമുക്കൊരു വളരെ പെട്ടെന്ന് ഒരു അതിനകത്ത് ഒരാൾ ഫുഡ് കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അത്രയും ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ജനറേറ്റ് ആകുന്ന പോലെ ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം അത്തരം സിറ്റുവേഷൻസ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അതായത് ആ പെർട്ടിക്കുലർ അതിന്റെ റിസൾട്ട് എന്നോണം എന്ത് ആക്ഷൻ ആണോ ചെയ്യാനുള്ളത് ആ ആക്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത്. അത് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സും അൺഹാപ്പിനെസ്സും ബേസ് ചെയ്ത് വരുന്ന അത്തരം സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് വരുന്നത് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജന്റ് ആണ്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ആ കൺസെപ്റ്റ് ആ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഒരു റെഫറൻസ് വെച്ചിരുന്നാൽ മതി. അത് എത്രത്തോളം എക്സാക്ട് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പെട്ടെന്ന് റാൻഡം ആയിട്ട് തോന്നിയ കാര്യം ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഹാപ്പി ആൻഡ് അൺഹാപ്പി സ്റ്റേറ്റ് ഒന്നുകൂടെ പറയാമോ? ഹാപ്പി അൺഹാപ്പി എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന ഡിവൈസസിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. നമ്മൾ ഞാനിപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്, ഒരു എൻഡിങ് സ്റ്റേറ്റ് എന്നൊക്കെ ആ ഒരു ലെവൽ പോലെ തന്നെ, ഏതാണ് എക്സാക്ട്ലി അങ്ങനെയെന്നല്ല, ഞാൻ റെഫറൻസ് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ ഇപ്പൊ നമുക്ക് ലോട്ടറി അടിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് എന്താണ്, ഏതാണ്ട് അതുപോലെ തന്നെ രണ്ട് ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസ് ഈ പറയുന്ന ഒരു ഏജൻസിന്റെ കണ്ടക്സിൽ വരാൻ ചാൻസ് ഉള്ള രണ്ട് ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസിനെ മാത്രമാണ് അത് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനകത്ത് കൂടുതലും നമുക്കൊന്നും പറയാനായിട്ടില്ല. ആ ഒരു രണ്ട് സർക്കംസ്റ്റാൻസസിൽ ഹൗ എ പെർട്ടിക്കുലർ ഏജന്റ് വിൽ ബിഹേവ്, അതാണ് ഇതിന്റെ കണ്ടെക്സ്റ്റ്. അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു ഇന്ന ഒരു മീനിങ് എന്നൊന്നുമില്ല. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. രണ്ട് കണ്ടീഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതോ? അതെ അതെ അതെ, രണ്ട് കണ്ടീഷൻസിൽ ഈ രണ്ട് കണ്ടീഷൻസും ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഏജന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അത് എക്സ്ട്രീം കണ്ടീഷൻസും ആകാം. എക്സ്ട്രീം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ കണ്ടീഷനും ആകാം, ഇങ്ങേ അറ്റത്തെ കണ്ടീഷനോ വാട്ട് എവർ മൈറ്റ് ബി. അത് നമുക്ക് നോക്കുന്നില്ല. നമുക്ക് ഏതാണെന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, യൂട്ടിലിറ്റി ബേസ്ഡ് ഏജന്റ് വേറെ ടൈപ്പ് വരുന്നുണ്ടോ? ഇതല്ലാതെ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സാക്ട് ആയിട്ട് ഇപ്പൊ ഇല്ല. ഞാനത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞുതരാം. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ്. നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ പോവാവേ. 8:30 ആകുന്നു. ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് UGC നെറ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ജസ്റ്റ് ഒന്ന് ഒരു ഫസി സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തീർച്ചയായും പറയാൻ പറ്റും. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഫസി സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ കമ്പോണൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ കമ്പോണൻസ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. ആൻസർ പറയാമോ ആർക്കെങ്കിലും? യു ആർ ഓൾവേസ് വെൽക്കം. ധൈര്യമായിട്ട് പറഞ്ഞോ. തെറ്റുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഐ വിൽ എക്സ്പ്ലെയിൻ. തെറ്റൂന്ന് പേടിച്ച് പറയാതെ. ഓപ്ഷൻ എ, വെരി ഗുഡ്. ഓപ്ഷൻ എ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ നേരത്തെ ഫസി സിസ്റ്റം അല്ലെങ്കിൽ ഫസി ലോജിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു അതിനകത്തുള്ള ഡിഫറെന്റ് കമ്പോണൻസ് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻസ് എന്ന് 4 കമ്പോണൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. റൂൾസ് ഉണ്ട്, ഈ പറയുന്ന ഫസിഫിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫസിഫയർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മോഡ്യൂള്, ഡീഫസിഫയർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മോഡ്യൂളും ഇൻഫറൻസ് എഞ്ചിനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് ഈ പറയുന്ന ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തോണം. ഒരു ചെറിയ ഇതെല്ലാം ഓൾമോസ്റ്റ് എന്താ പറയുക, നല്ല മാച്ചിങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അവിടെ വെച്ച് ശ്രദ്ധിക്കാതെ കയറി മാർക്ക് ചെയ്ത് കളയും. അത് ഈ പറയുന്ന എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവിന്റെ പുറത്ത് അങ്ങനെ സംഭവിച്ചേക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം ഇത്തരം കൺസെപ്റ്റുകളെ. ഓൾമോസ്റ്റ് ഒരുപോലെ ഇരിക്കുന്നുണ്ട് 4 ഓപ്ഷൻസ്. വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 ആണ് അതിന്റെ ആൻസർ. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ ക്രിസ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ. ഒരു നമ്മൾ ആ ഫസി സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ വാല്യൂസ് നമ്മൾ എടുക്കുന്നു എന്ന് പറഞ്ഞു. ആ എടുക്കുന്ന വാല്യൂവിനെ ഒരു ഫസിഫിക്കേഷൻ മോഡ്യൂളിനകത്ത് വിട്ടിട്ട് അതിനകത്ത് നിന്ന് ഒരു ഫസി ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് നേരെ പോകുന്നത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇൻഫറൻസ് എഞ്ചിനകത്താണ്.
ആ ഇൻഫറൻസ് എഞ്ചിനിലാണ് ആ റൂൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്തൊക്കെയാണ് അതെല്ലാം അപ്ലൈ ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ റൂൾസ് ബേസ് ചെയ്തായിരിക്കും ആ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നടക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന വാല്യൂസിന്റെ മാച്ചിങ് ആയിക്കോട്ടെ, അതിന്റെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസോ വാട്ട് എവർ മൈറ്റ് ബി, ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെന്നേ ഉള്ളൂ. ആ ഇൻഫറൻസ് എഞ്ചിന്റെ ഫസി ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പിന്നെ തിരിച്ച് എന്താ ചെയ്യുക, ഡീപസിഫിക്കേഷൻ മോഡ്യൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകും. അവിടെ നിന്ന് ഒരു ക്രിസ്പ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള മാച്ചിങ് ആണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും നമ്മുടെ കൺവെർട്ടത്ത് തന്നെ ഉള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മൾ സി പ്രോഗ്രാമിംഗിലും C++ഉം ഒക്കെ പഠിച്ചപ്പോൾ കമ്പൈലർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്താണ് കമ്പൈലർ? ആരെങ്കിലും? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. അതെ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് അത് എന്താ ചെയ്യുന്നത്? ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിലെ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്സിനെ എടുത്ത് എന്താ ചെയ്യുക, ഈ പറയുന്ന ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മെഷീൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുകയും തിരിച്ച് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തരികയും ചെയ്യുന്ന ഒരു സംഗതിയാണ് യു കോൾ ഇറ്റ് ആസ് എ കമ്പൈലർ. ഒരു ട്രാൻസ്ലേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്ട് ആ സെയിം ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇവിടെ അതായത് അവിടെയും നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെ അവിടെയും പറയാം. അതായത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന് ഇക്വലന്റ് ആയിട്ടുള്ള ലോ ലെവൽ ലാംഗ്വേജ് അല്ലേ അവിടെയും ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ മെഷീനിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തരാൻ പറ്റത്തുള്ളൂ. ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഈ ഫസി സെറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്പ് ഇൻപുട്ട് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കണ്ടക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിനെ യു ജസ്റ്റ് കൺവേർട്ട് ദാറ്റ് ഇറ്റ് ആസ് ഫസി ഇൻപുട്ട്. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആ ഫസി ഇൻപുട്ട് എന്ന് പറയുന്നതിൽ നിന്ന് അതിൽ ഇൻഫറൻസ് എഞ്ചിനിലൂടെ കടന്ന് റൂൾസ് അപ്ലൈ ചെയ്ത് ഈ പറയുന്ന ഡീപസിഫിക്കേഷൻ മോഡ്യൂളിലൂടെയും കടന്ന് തിരിച്ച് എന്തായി മാറുന്നത്, എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നതെന്ന് ഞാൻ ഒരു അല്പം മുമ്പ് പറഞ്ഞു, ഇല്ലേ? അതായത് ഓരോ ഇൻപുട്ട് വാല്യൂവിനും മാച്ചിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ ഒരു മാപ്പ് ചെയ്താണ് എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ആ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ ഏതെങ്കിലും? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്തതിലോട്ട് പോവാണേ. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്ന പ്രോസസിങ് ചെയ്യുന്നതിനെയാണ് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. Proper at processing. That means you are just converting that particular fuzzy input into fuzzy output based on that rules. Okay, clear? സ്പീഡ് കൂടി പോകുന്നുണ്ടോ മാഷെ? കുഴപ്പമില്ലല്ലോ. ശരി, ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be stated using fuzzy logic? പറയാമോ? ഫസി ലോജിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാവോ ആരെങ്കിലും? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നൊന്ന് പറയാമോ? പെട്ടെന്ന് ആയിക്കോട്ടെ, ടൈം ഇസ് റണ്ണിങ്. ഇല്ല, ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ പറയാം. ആരും മൈക്ക് ഓൺ ചെയ്യുന്നില്ല, ഞാൻ പറയാം. പക്ഷേ ഫസി ലോജിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മൾ എപ്പോഴും എടുക്കുക എന്ന് പറഞ്ഞു. അതായത് ബിറ്റ്വീൻ 0 and 1 എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന രണ്ട് വാല്യൂസിനിടയിലുള്ള ഡെസിമൽ വാല്യൂസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കൂടുതലും ഫസി ലോജിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡീൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഡെസിമൽ വാല്യൂ വരാൻ ചാൻസ് ഇല്ലാത്ത ഓപ്ഷൻ ഏതാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്ന് നോക്കൂ, ഏതാണ്? ഡി. അയ്യോ, ആ ഓപ്ഷൻ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചത്. സോറി, ഡി അല്ല, എ ആണ്. പക്ഷെ സോറി, അത് ഓപ്ഷൻ ഞാൻ എന്തോ അത് മാറ്റാൻ വിട്ടുപോയതാണ്. ഡി അല്ല, എ ആണ് ആൻസർ കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് കളർ ഓഫ് ആൻ ആപ്പിളിലും ശരിക്കും അത് വരുന്നില്ല അല്ലെ. കറക്റ്റ് ആണ്, ഡിയും കറക്റ്റ് ആണ് ആൻസർ. ഓപ്ഷൻ മാറ്റാൻ വിട്ടുപോയതാണോ എന്നൊരു ഡൗട്ട്. ഓക്കെ, പക്ഷെ കറക്റ്റ് ആൻസർ എ ആണ് കേട്ടോ. എക്സ്ട്രീംലി സോറി, അതിലൊരു ഓപ്ഷൻ ഞാൻ ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, കാരണം എന്താണ്, സ്പീഡ് ഓഫ് എ കാർ എന്ന് പറയുന്നത് നമുക്ക് പോയിന്റ് വെച്ച് പറയാൻ പറ്റത്തില്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 120.5 അല്ലെങ്കിൽ ഒരു 80.6 അങ്ങനെ നമുക്ക് ഡെസിമൽ പോയിന്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈറ്റ് ഓഫ് എ പേഴ്സണും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡെസിമൽ പോയിന്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കളർ ഓഫ് ആൻ ആപ്പിൾ തൽക്കാലം വിട്ടേക്കുക, അത് ഈ കണ്ടക്സിൽ വരുന്നതല്ല. അത് ഓപ്ഷൻ വെച്ചപ്പോൾ ശ്രദ്ധിക്കാഞ്ഞതാണ്, സോറി. പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നതിന് നമുക്ക് എവിടെയെങ്കിലും ഒരു ഡെസിമൽ പോയിന്റ് വരുമോ?
ഇല്ല. എക്സാക്ട്ലി നമുക്കൊരു ഡേറ്റും ഒരു മന്തും അതുപോലെ തന്നെ നമുക്കൊരു ഇയറും കറക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഫസി ലോജിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഡിയും കറക്റ്റ് ആണ്. കാരണം ഡിയിൽ നമുക്ക് ഡെസിമൽ പോയിന്റ് ഒന്നും വരുന്നില്ല. പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ആരാ പറഞ്ഞതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, സ്പീഡ് ഓഫ് കാർ എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ അല്ലേ വരുന്നത്? ഹൈറ്റ് അല്ല, വരുന്നത് നോർമലി ഇപ്പൊ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ആ സ്പീഡോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ 40 പോയിന്റ് സംതിങ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ അതിൽ വരില്ലേ? ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ഡെസിമൽ പോയിന്റ് വന്നാൽ മതി. ഡെസിമൽ പോയിന്റ് വന്നാൽ മതി. ഡെസിമൽ പോയിന്റ് വന്നാൽ അത് ഫസി ലോജിക്കിന്റെ സെറ്റിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ശരി, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡിയും കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനെ വെച്ചിട്ട് ഡിയും കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ മാറിയിട്ടില്ല, അതാണ് പറ്റിപ്പോയത്. ഓക്കെ, സോറി. ഓക്കെ, ശരി, ഓക്കെ. ഇറ്റ്സ് ഓൾറെഡി 9:15. സോറി, തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡിൽ പോയത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും പഠിച്ചോളൂ നന്നായിട്ട്. താങ്ക് യു.